ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ.എസ്.ഇ.ബി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടി വി സർവീസ് 30 ലക്ഷത്തോളം വീടുകളിൽ സേവനമെത്തിച്ച ദേശീയ തലത്തിൽ 5-ാം സ്ഥാനത്തും 12.5 ലക്ഷത്തോളം കണക്ഷൻ നൽകി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് 6-ാം സ്ഥാനത്തുമാണ്. എന്നാൽ കേബിൾ ടി വി മേഖലയെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് കെ.എസ്.ഇ.ബി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമൂലം 6-12 ഫൈബർ ഉൾപ്പെടുന്ന 2 കേബിൾ സ്ഥാപിച്ച ഒരു ചെറുകിട ഓപ്പറേറ്റർ ഇരട്ടി തുക നൽകേണ്ട സാഹചര്യമുണ്ടാകും. എന്നാൽ റിലയൻസ് പോലെയുള്ള കുത്തക കമ്പനികൾക്ക് 96-ഉം 192-ഉം ഫൈബറുകൾ അടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാട് കെ.എസ്.ഇ.ബി സ്വീകരിച്ചിട്ടുണ്ടെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കെ.എസ്.ഇ.ബിയുടെ നിലപാടിനെതിരെ സമരപരമ്പരയിലൂടെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും COA മുന്നറിയിപ്പ് നൽകി. പതിറ്റാണ്ടുകളായി കേരളത്തിലെ വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വാടകയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഇതുവരെ കെ.എസ്.ഇ.ബിയുടെ അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വിക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെ.എസ്.ഇ.ബി ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത്. അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ്. ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടും ആ മേഖലയോടും ഗവൺമെൻറ് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേബിളുകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള സമീപനത്തിൽ നിന്ന് കെ.എസ്.ഇ.ബി പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ മാർച്ച് മാസം 17-ാം തീയതി മുതൽ 21 വരെ തുടർ സമര പരമ്പരയ്ക്കാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5 ദിവസവും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്ന തുടർ സമര പരമ്പര നടത്തുകയാണ്. ഈ സമരത്തിന് മുന്നോടിയായി ഈ 13-ാം തീയതി എല്ലാ ജില്ലാ തലത്തിലുള്ള കെ.എസ്.ഇ.ബി ഓഫീസുകൾക്ക് മുമ്പിലും ഇത്തരത്തിലുള്ള സമരം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന ഈ സമര പരമ്പരയോട് കൂടി ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടന്നില്ല എങ്കിൽ വീണ്ടും തുടർ സമരവുമായി വീണ്ടും മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.